ചീമച്ചേമ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് എങ്ങനെ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. വലിയൊരു ചീമച്ചേമ്പ് എടുത്ത് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു കറുവപ്പട്ട, പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം ചീമച്ചേമ്പും കൂടി ഇട്ട് വഴറ്റുക. പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു തേങ്ങയുടെ പകുതി എടുത്ത് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും തയ്യാറാക്കിയതിന് ശേഷം ആദ്യമേ 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നീട് ഇതിലോട്ട് കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം തേങ്ങയുടെ 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. ഇനി ഇതിലോട്ട് കടുക് താളിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചീമച്ചേമ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കറിയുടെ റെഡി ആയിട്ടുണ്ട്.